ആരാടാ ബാർസലോണയെ പട്ടിണി പാവങ്ങൾ എന്ന് വിളിച്ച് കളിയാക്കിയത്? അവരൊക്കെ ഇന്ന് എവിടെ, ഏത് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു? 30 മില്യൺ യൂറോസ് കൊടുത്തിട്ട് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നിന്നിരുന്ന ബാർസലോണ ഇപ്പോൾ 80 മില്യൺ യൂറോസ് പൊട്ടിച്ച് ന്യൂകാസിലിൽ നിന്ന് ആന്റണി ഗോർഡനെ സൈൻ ചെയ്തിരിക്കുന്നു. ആന്റണി ഗോർഡനെ റാഷ്ഫോർഡിന് മേളിൽ പ്രിഫർ ചെയ്യാനുള്ള മെയിൻ കാരണമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ആന്റണി ഗോർഡൻ്റെ ഏജ് റാഷ്ഫോർഡിനേക്കാളും 3 വയസ്സ് യങ്ങറാണ്. ആന്റണി ഗോർഡൻ 25 വയസ്സേ ഉള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കിയാൽ ബാർസലോണ ഫാൻസൊക്കെ എപ്പോഴും റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ പറയുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ്. വൺസ് ബോൾ ലൂസ് ചെയ്ത് കഴിയുമ്പോഴുള്ള ആ ഒരു കൗണ്ടർ പ്രസ്സിങ്, പ്രത്യേകിച്ച് ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഹാൻസി ഫ്ലിക്ക് എപ്പോഴും ഫോർവേഡ്സിൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫൈനൽ തേർഡിലൊക്കെ ആ ഒരു ബോൾ ലൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള കൗണ്ടർ പ്രസ്സിങ്. അതിനെ പറ്റിയ പ്ലെയറാണ് ആന്റണി ഗോർഡൻ. കാരണം ആന്റണി ഗോർഡൻ ആ ഒരു ഗെയിം, ന്യൂകാസിലെ ആ ഒരു ഗെയിം കണ്ട് നിൽക്കുന്നവർക്കൊക്കെ അറിയാം, കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എത്ര മാരകമായിട്ട്, എത്ര ഇൻറ്റൻസ് ആയിട്ട് പ്രസ് ചെയ്യുന്ന പ്ലെയറാണെന്ന്. മിനിറ്റ് 1 മുതൽ അവസാനത്തെ മിനിറ്റ് വരെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന പ്ലെയർ. അത് ശരിക്കും ഈ ഒരു കൗണ്ടർ പ്രസ്സിങ്, ബോൾ വിന്നിങ് എന്ന് പറയുന്നത് ഹാൻസി ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഹൈലൈൻ കളിക്കുമ്പം തന്നെ വൺസ് ബോൾ ലൂസ് ചെയ്യുമ്പോൾ ആ ഒരു ത്രെട്ടിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഒരു കൗണ്ടർ പ്രസ്സിങ്, ബോൾ വിന്നിങ് എബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് വേണം. പിന്നെ ഈ ഒരു ഫൈനൽ തേർഡിൽ ഇത്രയും ഹയർ പൊസിഷൻസിൽ, ഡേഞ്ചറസ് ആയിട്ടുള്ള പൊസിഷൻസിലൊക്കെ ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും ഗോള് സ്കോർ ചെയ്യാനും ഒക്കെയുള്ള ചാൻസസ് കൂടുന്നു. അപ്പോൾ അത് ഹാൻസി ഫ്ലിക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആന്റണി ഗോർഡനെ റാഷ്ഫോർഡിന് മേളിൽ പ്രിഫർ ചെയ്തത്. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആസ് എ വിങ്ങർ ഈ ആന്റണി ഗോർഡൻ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ സ്റ്റാറ്റ്സ് തന്നെ നോക്കിയാൽ 1v1 എന്ന് പറയുന്ന ആ ഒരു ഡ്രിബിൾസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും, അതേപോലെ തന്നെ ടേക്ക് ഓൺസിൻ്റെ കാര്യം, ആ ഒരു ഫുൾ ബാക്സിനെ, ഓപ്പോസിഷൻ ഫുൾ ബാക്സിനെ ടേക്ക് ഓൺ ചെയ്യുന്ന കാര്യത്തിലും, പ്ലേയേഴ്സിനെ ഡ്രിബിൾ പാസ് ചെയ്യുന്ന ആ ഒരു റെക്കോർഡിൻ്റെ കാര്യത്തിലും റാഷ്ഫോർഡിനെ ബീറ്റ് ചെയ്യുന്ന റെക്കോർഡ്, അല്ലെങ്കിൽ റാഷ്ഫോർഡിനേക്കാൾ മെച്ചപ്പെട്ട റെക്കോർഡാണ് ആന്റണി ഗോർഡൻ ഉള്ളത് ഈ ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ടേക്ക് ഓൺസിൻ്റെ കാര്യത്തിലും. പിന്നെ ക്രോസസ് ആയാലും കട്ട് ബാക്സ് ഒക്കെ ആണെങ്കിലും അതിലൊക്കെ ശരിക്കും റാഷ്ഫോർഡിനേക്കാളും എഫിഷ്യൻ്റ് ആണ് ആന്റണി ഗോർഡൻ. ഒരേ ഒരു കാര്യത്തിൽ റാഷ്ഫോർഡിനേക്കാളും പുറകെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഗോൾ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിലാണ്. ഗോൾസിൻ്റെ കാര്യത്തിൽ ആന്റണി ഗോർഡൻ റാഷ്ഫോർഡിനേക്കാൾ വളരെ പിന്നിലാണ്. അത് ന്യൂകാസിലിൽ നിന്ന് ബാർസ പോണക്കത്തെ ഒരു ടീമിലോട്ട് ഗോർഡൻ വരുമ്പോഴത്തേനും പുള്ളിയുടെ ആ ഒരു ഗോൾ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആകും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. പ്രത്യേകിച്ച് ഹാൻസി ഫ്ലിക്കിന് അണ്ടറിൽ കളിക്കുമ്പോൾ ഹാൻസി ഫ്ലിക്ക് ഇത് പോണക്കത്തെ പുതിയ പ്ലെയേഴ്സിനെ, അതിപ്പം റാഷ്ഫോർഡ് ആയാലും, റഫീഞ്ഞ ആയാലും, ഫെർമിൻ ലോപ്പസ് ആയാലും, ഫെറാൻ ടോറസ് ആയാലും, ഇവരെയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ഈ ഒരു ടീമിൽ ബെറ്റർ പ്ലെയേഴ്സിൻ്റെ കൂടെ കളിക്കുമ്പോൾ ആ ഒരു കോച്ചിൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ആന്റണി ഗോർഡൻ ബെറ്റർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ള പ്രതീക്ഷ ബാർസലോണ ആരാധകർക്കും ഫ്ലിക്കിനും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ നിങ്ങൾ നോക്കിയാൽ ആന്റണി ഗോർഡനെ നമുക്ക് ആ ഒരു സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രൈക്കറായിട്ട് റാഷ്ഫോർഡിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ പ്ലെയറാണ് ആന്റണി ഗോർഡൻ. അത് ന്യൂകാസിലിൽ പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ട്രൈക്കർ, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ പ്രസൻസ് ആയിട്ട്, ആ ഒരു ബോക്സ് പ്രസൻസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറായിട്ട് പലപ്പോഴും ഓപ്പോസിഷൻ്റെ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാനും ഇൻ ബിഹൈൻഡ് റൺസ് നടത്താനും ഒക്കെ ആന്റണി ഗോർഡൻ ഏബിളാണ്. പലപ്പോഴും ന്യൂകാസിൽ ആ ഒരു നിക്ക് വോൾട്ടമാഡയ്ക്ക് പകരം പല സമയത്തും ആന്റണി ഗോർഡനെ പ്രിഫർ ചെയ്ത് സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല ഫാക്ടേഴ്സ് എല്ലാം കൂടെ വെച്ചിട്ടാണ് ശരിക്കും ആന്റണി ഗോർഡനെ ന്യൂകാസിലിൽ നിന്ന് ഈ ഒരു ബാർസലോണ സൈൻ ചെയ്തിരിക്കുന്ന. പ്ലസ് നമ്മൾ പ്രൈസിൻ്റെ കാര്യം നോക്കിയാലും കോൺട്രാക്റ്റ് 5 വർഷത്തെ കോൺട്രാക്റ്റ് ആയതുകൊണ്ട് തന്നെ റാഷ്ഫോർഡിൻ്റെ കോൺട്രാക്റ്റ് 3 വർഷത്തെ കോൺട്രാക്റ്റും അതേപോലെ തന്നെ ആന്റണി ഗോർഡൻ്റെ 5 വർഷത്തെ കോൺട്രാക്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബുക്സിൽ ഒരേ എഫക്റ്റാണ് വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ ഒക്കെ കാര്യത്തിൽ ഒരേ എഫക്റ്റാണ് അമോർട്ടൈസേഷൻ അനുസരിച്ച് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ബാർസലോണ ഇങ്ങനത്തെ ഒരു വലിയൊരു മൂവിന് വേണ്ടി തന്നെ തയ്യാറായത്, ഫ്യൂച്ചറിനെയൊക്കെ കണ്ടുകൊണ്ടും അതുപോലെ തന്നെ ഒരു ബെറ്റർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കൂടെ കരുതിക്കൊണ്ടാണ് ഈ ഒരു ആന്റണി ഗോർഡൻ്റെ ഡീല് പുൾ ഓഫ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഒരു ആന്റണി ഗോർഡൻ്റെ ഡീല് കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് ഇപ്പം വൻ കോമഡിയും അല്ലെങ്കിൽ വൻ യുദ്ധമാണ് നടക്കുന്നത് ബാർസലോണയും അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ. പ്രത്യേകിച്ച് 2 പ്ലെയേഴ്സിന് വേണ്ടിയുള്ള വൻ യുദ്ധം. ഒന്ന്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹൂലിയൻ അൽവാരസിന് വേണ്ടി ബാർസ രംഗത്ത് വന്നിട്ടുണ്ട്. ബാർസ
ബിഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 100 മില്യൺ യൂറോസിൻ്റെ ബിഡാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്നാണേലും അത്ലറ്റിക്കോ മാഡ്രിഡ് റിജക്റ്റ് ചെയ്യും. ഇനീഷ്യലി വന്നുകൊണ്ടിരുന്ന കണക്കനുസരിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് ഒരു 120-130 മില്യൺ യൂറോസിനൊക്കെ മിക്കവാറും ഹൂലിയൻ അൽവാരസിനെ വിൽക്കുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പം വരുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് രംഗത്തിറങ്ങി അവർ ശരിക്കും സോഷ്യൽ മീഡിയ ട്വിറ്ററൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് 100, 120, 130, 150 ഇതൊന്നും തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു പ്ലെയറിനെ ഹൂലിയൻ അൽവാരസിനെ വിട്ട് തരത്തില്ല, ഞങ്ങൾ ഈ ഒരു പ്ലെയറിനെ വിൽക്കാൻ തന്നെ തയ്യാറല്ല. ഒരു കാര്യം ചെയ്യുക, 500 മില്യൺ കൊണ്ടുപോവുക, ഹൂലിയൻ അൽവാരസിനെ ഞങ്ങൾ വിട്ടുതരാം എന്നാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് തമാശ രൂപേണ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് 500 മില്യനൊന്നും ഏതായാലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അവരുടെ കളികളാണ്. അതിന് പുറകെ അവർ സോഷ്യൽ മീഡിയയിൽ സ്വയം കളിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലമീൻ യമാൽ അത്ലറ്റിക്കോടെ ജേഴ്സി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ, അടിയിൽ ഹിയർ വി ഗോ, അതേപോലെ തന്നെ റഫീഞ്ഞ, പെദ്രി ഒക്കെ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സ് ആകാൻ പോകുന്നു, ലോണിൽ കൊണ്ടുവരാൻ പോകുന്നു, സൈൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വളരെ കോമഡി രൂപേണ അവർ സോഷ്യൽ മീഡിയയിൽ, അതായത് ട്വിറ്ററിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവരെ തന്നെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഹൂലിയൻ അൽവാരസിന് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിൽക്കാൻ യാതൊരു താല്പര്യവുമില്ല. എത്രയും വേഗം എന്നെ ഇവിടുന്ന് ഒഴിവാക്കി തരണം എന്നാണ് അവർ, അല്ലെങ്കിൽ ഹൂലിയൻ അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് പ്രത്യേകിച്ച് ഇത്രയും പബ്ലിക്കലി ഇത്രയും സ്പ്രെഡ് ചെയ്തതും ഇതൊരു നാണക്കേടായിട്ടൊക്കെ അത്ലറ്റിക്കോ മാഡ്രിഡ് കരുതുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു റിയാക്ഷനുമായിട്ട് ഇത്രയും ഇത്രയും കോമഡി റിയാക്ഷനും ഒക്കെ ആയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡും ബാർസയും തമ്മിലുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ബെർണാഡോ സിൽവ എന്ന് പറയുന്ന പ്ലെയറിന് വേണ്ടി രണ്ടുപേരും രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു. ഫ്രീ ഏജൻ്റായിട്ടുള്ള ആ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാൻ രണ്ടുപേരും ഒരേപോലെ അഗ്രസീവായിട്ട് മുന്നോട്ട് വരുന്നു. പക്ഷേ ബെർണാഡോ സിൽവയുടെയും പ്രിഫേർഡ് ചോയ്സ് എന്ന് പറയുന്നത് ബാർസലോണയാണ്. പുള്ളിയുടെ ഒരു എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയപ്പെടുന്നത് 12 മില്യൺ യൂറോസാണ്. അപ്പോൾ ആ ഒരു സാലറിയിൽ ബാർസലോണ പോണക്കത്തെ ഒരു ടീമിലേക്കാണ് പുള്ളി പോകുന്നതെങ്കിൽ കുറച്ച് സാലറി കട്ടൊക്കെ മേടിക്കാൻ തയ്യാറായാണ് ബെർണാഡോ സിൽവ നിൽക്കുന്നത്. ബെർണാഡോ സിൽവ പോണക്കത്തെ ഒരു പ്ലെയർ ബാർസയിലേക്ക് വരികയാണെങ്കിൽ ബാർസയ്ക്ക് ഡബിൾ പിവറ്റിൽ ആ ഒരു ബെർണാഡോ സിൽവയെ കളിപ്പിക്കാം, റൈറ്റ് വിങ്ങിൽ വേണമെങ്കിൽ കളിപ്പിക്കാം, ഫുൾ ബാക്കായിട്ട് വേണമെങ്കിൽ പോലും കളിപ്പിക്കാം. അങ്ങനെ ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും കളിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു പ്ലെയർ ശരിക്കും ടീമിന് ടാക്ടിക്കലി വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ബാർസയൊക്കെ രണ്ടും കൽപ്പിച്ച് ബെർണാഡോയുടെ പുറകെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം ബെർണാഡോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബെർണാഡോ ബാർസയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡിൻ്റെ ഡീലിൻ്റെ കാര്യം മറക്കുന്നതായിരിക്കും റാഷ്ഫോർഡിനും റാഷ്ഫോർഡിനും ഒക്കെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം തന്നെ റാഷ്ഫോർഡിനെ തേച്ചൊട്ടിച്ച ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് യുണൈറ്റഡിനിട്ട് നല്ലൊരു പണിയാണ് ബാർസലോണ തന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും റാഷ്ഫോർഡിനെ ബാർസ സൈൻ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ബാർസയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർസയ്ക്ക് ലോണിൽ തന്നെ റാഷ്ഫോർഡിനെ വേണം. അതാണ് അവരുടെ ഉള്ളിലിരിപ്പ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനം വരെ ഈ കളി ഇങ്ങനെ തുടർന്നിട്ട് ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനം ആകുമ്പോഴത്തേനും റാഷ്ഫോർഡും പറയും എനിക്ക് വേറെ ഒരിടത്തോട്ടും പോകണ്ട, ബാർസയിലോട്ട് തന്നെ പോയാൽ മതി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ബാർസ തുനിഞ്ഞിറങ്ങും. അങ്ങനാണെങ്കിൽ യുണൈറ്റഡിന് ലോണിൽ വിടേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നേക്കാം. അപ്പോൾ അതിനാണ് ബാർസലോണയും റാഷ്ഫോർഡും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബെർണാഡോയുടെ ഡീൽ പുൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് എനിക്കറിയത്തില്ല. മിക്കവാറും യുണൈറ്റഡിനെയും റാഷ്ഫോർഡിനെയും ഒരുമിച്ച് ബാർസ ഒരു തേപ്പ് ഇങ്ങനെ അങ്ങോട്ട് തേക്കും. ബാർസയുടെ ട്രാൻസ്ഫർ വിൻഡോയിലെ ഈ ഒരു പ്രകടനം ശരിക്കും ഇത് കണ്ട് എല്ലാവരും കണ്ണ് തള്ളി നിൽക്കുകയാണ്. കാരണം ബാർസലോണ പാപ്പരായി നിന്ന ക്ലബ്ബാണ്. ആ ക്ലബിന് എങ്ങനെ ഇങ്ങനത്തെ വലിയ ഡീൽസ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു എന്ന് അറിയാതെ പലരും കണ്ണ് തള്ളി നിൽക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ബാർസലോണ ഇപ്പം പഴയ പോലെ 1:4 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലല്ല, 1:1 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിൽ ബാർസലോണ തിരിച്ചെത്തിയിരിക്കുന്നു. അതിനുള്ള മെയിൻ കാരണക്കാരൻ മിസ്റ്റർ ലെവൻഡോസ്കിയാണ്. ലെവൻഡോസ്കി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ബാർസലോണയിലെ ഏറ്റവും ഹയസ്റ്റ് ഏണർ ആയിരുന്നു. 10-25 മില്യൺ യൂറോസിന് മുകളിലാണ് പെർ ഇയർ പുള്ളി ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പ്ലെയർ ബാർസയിൽ നിന്ന് പോയപ്പം തന്നെ ബാർസയ്ക്ക് ഫൈനാൻഷ്യലി വലിയൊരു ആശ്വാസമായി. അത് മാത്രമല്ല ക്യാമ്പ് ന്യൂവിൻ്റെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ബാർസലോണ
റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. VIP ബോക്സസ് ഓപ്പൺ ആകുന്നു, അതുവഴിയുള്ള റവന്യൂ, മ്യൂസിയം ടൂർസ്, സ്റ്റേഡിയം ടൂർസ്, അതുപോലെ തന്നെ മർച്ചൻഡൈസ് വഴി കിട്ടുന്ന ആ ഒരു റവന്യൂ. സാധാരണ ക്ലബ്ബുകളെ അപേക്ഷിച്ച് മർച്ചൻഡൈസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ബാർസലോണ. നൈക്കി എന്ന് പറയുന്ന ആ ഒരു കമ്പനി ശരിക്കും ജേഴ്സി അല്ലെങ്കിൽ മർച്ചൻഡൈസിൻ്റെ പ്രൊഡക്ഷൻ, ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഗ്ലോബൽ കൊമേഴ്സ്, അതായത് ഗ്ലോബലി ഉള്ള ആ ഒരു ഓൺലൈൻ സെല്ലിങ്, സ്റ്റോറുകളിലുള്ള കൺട്രോൾസ്, ഡയറക്റ്റ് കൺട്രോൾസ്, അങ്ങനെ ശരിക്കും മറ്റുള്ള ക്ലബ്ബുകളെ അപേക്ഷിച്ച് ഈ ഒരു മർച്ചൻഡൈസിങ്ങിൻ്റെ കാര്യത്തിൽ ബാർസലോണയ്ക്ക് ഇരട്ടി ലാഭമാണ്. ഇങ്ങനത്തെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നതിലൂടെ ബാർസലോണയ്ക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ക്ലബ്ബുകളെ അപേക്ഷിച്ച്. ബാക്കിയുള്ള ക്ലബ്ബുകൾ എന്ന് പറയുന്നത് നൈക്കി അല്ലെങ്കിൽ അഡിഡാസിന് ഫുൾ കൺട്രോൾ കൊടുത്തുകൊണ്ട് അവർ തരുന്ന ആ ഒരു ഫിക്സഡ് എമൗണ്ട് കയ്യിൽ വെക്കാനാണ് ശ്രമിക്കാറ്. പക്ഷേ ബാർസലോണയ്ക്ക് ഈ ഒരു മർച്ചൻഡൈസിങ്ങിലുള്ള ഫുൾ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള ക്ലബ്ബുകളെ അപേക്ഷിച്ച് ഇരട്ടി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് ശരിക്കും ബാക്കിയുള്ള ക്ലബ്ബുകൾക്കും വരാനിരിക്കുന്ന കാലത്ത് ശരിക്കും ഒരു എന്താ പറയുക, അവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പം അങ്ങനെ ബാർസലോണ പല രീതിയിൽ അവർ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ഡീൽസിൻ്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാർസലോണയുടെ മെയിൻ സ്പോൺസറായിട്ടുള്ള സ്പോട്ടിഫൈയും ബാർസലോണയും കൂടെ ചേർന്നുകൊണ്ട് ഈ വലിയ വലിയ ആർട്ടിസ്റ്റ്, പോപ്പ് ആർട്ടിസ്റ്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വലിയ മാച്ചസ്, എൽ ക്ലാസിക്കോ പോണക്കത്തെ മാച്ചസിൻ്റെ സമയത്ത് ഇങ്ങനത്തെ വലിയ പോപ്പ് ആർട്ടിസ്റ്റ്, എഡ് ഷീറൻ അല്ലെങ്കിൽ ഒലിവിയ റോഡ്രിഗസ്, അങ്ങനത്തെ വലിയ പോപ്പ് ആർട്ടിസ്റ്റുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വലിയ മാച്ചസിൻ്റെ സമയത്ത് സ്പോട്ടിഫൈയുടെ പകരം അവരുടെ ഈ പോപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളും ഒക്കെ ജേഴ്സിയിൽ കൊണ്ടുവന്നുകൊണ്ട് എക്സ്ട്രാ റവന്യൂ ജനറേറ്റ് ചെയ്യാനൊക്കെ ബാർസ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ബാർസലോണ ഓൺ ദ ഫീൽഡുള്ള അവരുടെ പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ്, അതേപോലെ തന്നെ ലമീൻ യമാൽ പോണക്കത്തെ അവരുടെ അക്കാഡമി ഗ്രാജുവേറ്റ്സ് വമ്പൻ സൂപ്പർ സ്റ്റാറുകളായി മാറുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും ബാർസലോണയെ ഫൈനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബാർസലോണ ഈ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു സീസണിൻ്റെ അവസാനം ബാർസലോണ ജനറേറ്റ് ചെയ്ത റവന്യൂ എന്ന് പറയുന്നത് 994 മില്യൺ യൂറോസ് ആണ്. അപ്പോൾ അത് ഏകദേശം 1 ബില്യൺ അടുത്ത് എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു പ്രൊജക്റ്റഡ് റവന്യൂ എന്ന് പറയുന്നത് 1 ബില്യൺ യൂറോസ് ആയിരുന്നു. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് അടുത്തെത്താൻ ബാർസലോണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പം ക്യാമ്പ് ന്യൂ ഒക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ബാർസലോണയ്ക്ക് ഓരോ സീസണും ക്യാമ്പ് ന്യൂ തന്നെ 400 മില്യൺ യൂറോസ് ആയിരിക്കും അവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം മുന്നോട്ടുള്ള കാലം എന്ന് പറയുന്നത് ബാർസലോണ ഫൈനാൻഷ്യലി വളരെ ശക്തമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആ ഒരു ബയൻ്റെ ഡയറക്ടറിനെ പോലെ തന്നെ മനസ്സിലാക്കണം, ബാർസലോണ ഈസ് നോ മോർ എ പുവർ ക്ലബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസ് ആയിട്ട് ഇടുക.